നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഈ കൊല്ലം ബീച്ചിന്റെ സൈഡെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ 1 കിലോ ട്രാഷ് വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്യും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്ലീൻ കേരള യാത്രയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ചുകളിലൊന്നായ കൊല്ലം ബീച്ചിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ട് കുറച്ചധികം ആളുകൾ ഇന്ന് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 6 മണിയാകുമ്പോൾ തുടങ്ങേണ്ട ജോലി ഇന്ന് 8 മണിയാകുമ്പോൾ തുടങ്ങാമെന്ന് ഓർത്തു. കാരണം എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സമയം അതായിരിക്കുമല്ലോ. ഒരു 10 മിനിറ്റ് കൂടി അവിടെ നോക്കിയിരുന്നു, ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എണീറ്റ് സ്ഥലത്തേക്ക് പോയി. ഇന്ന് നമുക്ക് വൃത്തിയാക്കാനുള്ള സ്ഥലം ഇതാണ്. നിങ്ങൾ തന്നെ കണ്ടോളൂ എന്തുമാത്രം വേസ്റ്റാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്ന്. കടൽ ഭിത്തി പണിയാനാണെന്ന് തോന്നുന്നു. കുറേയധികം തൂണുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോകുന്നത്. കാക്കകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം ഇവിടെ വന്നിരിക്കാറുണ്ട്. നേരം 8 മണിയായി. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടും. അതുകൊണ്ട് ആരെയും നോക്കി നിൽക്കാതെ ഞാൻ തന്നെ പരിപാടി തുടങ്ങാനായി തീരുമാനിച്ചു. ആദ്യം തന്നെ 2 കൈയിലും ഗ്ലൗസ് എടുത്തിട്ടു. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണമല്ലോ. ക്ലീൻ ചെയ്യാനുള്ള ചൂലുകളും വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള കറുത്ത പ്ലാസ്റ്റിക് കവറുകളും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചൂലെടുത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എന്തുമാത്രം വേസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ മുഴുവൻ ആരൊക്കെയോ കല്യാണത്തിന് ഉപയോഗിച്ച പ്ലേറ്റുകളാണ്. പഴയ തുണികൾ വരെ ആരൊക്കെയോ ചേർന്ന് ചാക്കിൽ കെട്ടിക്കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ വേസ്റ്റുകൾ ഓരോന്നോരോന്നായി ഞാൻ വരാൻ തുടങ്ങി. കാണുന്നത് പോലെയല്ല, നല്ല കട്ടിക്കാണ് വേസ്റ്റുകളെല്ലാം കിടക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ പൊരിവെയിൽ പോലും വകവയ്ക്കാതെ ഗോപിഷ് നല്ല കട്ടയ്ക്ക് നിന്ന് പണിയെടുക്കുന്നുണ്ട്. കൊല്ലത്തെ പിള്ളേരൊന്നും ഉഷാറില്ല എന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ഒരു മച്ചാൻ നമ്മുടെ തലേന്നുള്ള വീഡിയോ കണ്ടിട്ട് നമ്മളെ സഹായിക്കാനായി ഓടിയെത്തിയത്. രാവിലെ അയാൾക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, എങ്കിലും കുറച്ചു നേരമെങ്കിലും നമ്മളെ സഹായിച്ചിട്ട് പോകാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. വന്നപാടെ തന്നെ ഗ്ലൗസും എടുത്തിട്ട് അദ്ദേഹം പണിക്കിറങ്ങി. വളരെ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ തലേന്ന് തന്നെ വന്ന് ക്ലീൻ ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തി പിറ്റേന്ന് വെളുപ്പിനെ വെയിലാവുന്നതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാറാണ് പതിവ്. എങ്കിലും ഇന്ന് കുറച്ചധികം ആൾക്കാർ വരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സമയം കണ്ടിട്ടാണ് 8 മണി എന്നുള്ള സമയം വെച്ചത്. എങ്കിലും വന്നത് ഒരാളാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാൻ എത്തിയല്ലോ. നമ്മുടെ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും മാറ്റം വന്നല്ലോ. മുകൾ ഭാഗത്ത് കിടക്കുന്ന വേസ്റ്റുകൾ മാത്രം കളക്ട് ചെയ്തപ്പോൾ തന്നെ ചാക്ക് നിറഞ്ഞു. അത്രയ്ക്കുമുണ്ട് അവിടെയുള്ള വേസ്റ്റുകൾ. സ്കൂൾ കുട്ടികളോ കോളേജ് കുട്ടികളോ മറ്റോ എന്തോ പരിപാടിക്ക് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു. ഒരുപാട് പേപ്പർ കഷ്ണങ്ങളാണ്. മറ്റുള്ള മാലിന്യങ്ങൾ പോലെയല്ല, വളരെ പാടുപെട്ടാണ് ഇത് വാരിയെടുത്തത്. തരി പോലെ മണ്ണിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാരിയെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഞാനത് വാരിയെടുത്തു. ഒരു ചാക്കിലേറെയുണ്ട്. അത് നിറയെ മദ്യക്കുപ്പികൾ അവിടെ കിടക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ ഉപയോഗിച്ച ഇന്നർ വെയറുകൾ വരെ ചാക്കിൽ കെട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഇത് കണ്ടപ്പോഴാണ്. കുട്ടികളുടെ ഡയപ്പറാണിത്. ഇതിൽ മുഴുവൻ അതുങ്ങളുടെ വിസർജ്യം വരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആരൊക്കെയോ കൂടി ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. വൃത്തിയാക്കുന്നതിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ് മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എടുക്കാൻ. ഗോപിഷ് മകലും ചെന്ന് കട്ടയ്ക്ക് നിന്നാണ് പണിയുന്നത്. വളരെ ആത്മാർത്ഥതയാണ് അവർ രണ്ടുപേരും കാണിക്കുന്നത്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ കാണുക, 10 മണി സമയമായി. വെയിൽ വന്നിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ പോകുന്നത്. വളരെ നേരം എടുത്ത് ഇത്രയും ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഈ വേസ്റ്റിനകത്തൂടെ എല്ലാം നടക്കുന്നതിന് ഇതിനകത്തൊക്കെ മൊത്തം വേസ്റ്റാണ് ഇതിനകത്ത് മൊത്തം കിടക്കുന്നത്. കുറേ സിറിഞ്ചുകളും മറ്റും ഇവിടെ കൊണ്ടിട്ടിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചതാണ്. ഇതൊക്കെ ആരുടെയെങ്കിലും ശരീരത്തിൽ കൊണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം അസുഖങ്ങളായിരിക്കും ഇതിൽ നിന്ന് പടരാൻ പോകുന്നത്. ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേച്ചി വേസ്റ്റുമായി അവിടെ ഇടാനായി വന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇടരുത്, അവിടെ കൂട്ടി വെച്ചു. ഞങ്ങളിവിടെ വെച്ചു, അവിടെ വെച്ചു, ഞങ്ങൾ കൊടുത്തോളാം. അവിടെ വെച്ചു. വേസ്റ്റ് ഇടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ട് വരുന്നവർ അവിടെ ഇട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആരാണെങ്കിലും അവിടെ തന്നെ കൊണ്ടിട്ടിട്ട് പോകുക. യാതൊരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല. നമ്മളെത്ര കാലം കൊണ്ടേ പറയും. ഇന്നാള് പറഞ്ഞ് എന്റെ ബോക്സ് അങ്ങാണ്ട് കൊണ്ട് വെക്കൂന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് ഒരു ബോക്സ് വെച്ചു. അത് വേസ്റ്റ് ആയിട്ട് തന്നെ കിടക്കാം. അത് ഈ കുടിക്കുന്നവന്മാർ തിന്നുകൊണ്ട് കൊണ്ടുവന്ന് കുപ്പിയും പാട്ടയില്ല അതിൻ്റെ അകത്ത് കൊണ്ടിട്ടുണ്ട്. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എന്ന് നോക്കിക്കേ. വേസ്റ്റുകൾ ഇടാനായി സർക്കാരുകളോ കോർപ്പറേഷനോ യാതൊരുവിധ മുൻകൈയും എടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വേസ്റ്റുകൾ അടിഞ്ഞുകൂടാൻ ഏറ്റവും കാരണമായത്. ആരോ ഉപയോഗിച്ച ഒരു മാസ്കാണിത്. ജോലിക്ക് സമയമായതുകൊണ്ട് അഖിൽ യാത്രയായി. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു കുട്ടിയും വേസ്റ്റ് ഇടാനായി അവിടെ വന്നു. എല്ലാവരും ഇവിടെ തന്നെയാണ് വേസ്റ്റ് കൊണ്ടിടുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ഡെയിലി ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അവിടെ കൊണ്ടേ വേസ്റ്റ് തട്ടും. ഞങ്ങൾ അവനോട് ഞങ്ങളുടെ ചാക്കിൽ തന്നെ വേസ്റ്റ് ഇട്ടിട്ട് അവിടെ നിന്നും പൊക്കോളാൻ പറഞ്ഞു. ദൈവങ്ങൾക്ക് പോലും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. വേസ്റ്റ് കുരിക്കടയിൽ നിന്ന് കിട്ടിയ പുതിയ നിയമമാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ ജോലികൾ ഏറെക്കുറെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു. ഇത്രയും വേസ്റ്റുകൾ അവിടുന്ന് ശേഖരിച്ചു. 3-4 മണിക്കൂറുകളോളം വെയിലത്ത് നിന്ന് പണിതുകൊണ്ട് ശരിക്കും ക്ഷീണിച്ചു. അതുകൊണ്ട് 5 മിനിറ്റ് വിശ്രമിച്ച ശേഷം അങ്ങോട്ട് ബാക്കി പണിയാൻ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അവിടെ ഇരുന്ന് കുറച്ചധികം വെള്ളം കുടിച്ചു. ഇത്രയും വേസ്റ്റുകളാണ് ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തത്. ഇതിനുശേഷമുള്ള അവിടുത്തെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇതായിരുന്നു വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള അവിടുത്തെ അവസ്ഥ. ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ വേസ്റ്റുകളെല്ലാം കോർപ്പറേഷൻ അവിടെ നിന്ന് കളക്ട് ചെയ്തോളാം എന്ന ഉറപ്പിന്റെ ബലത്തിലാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. അതിനു മുമ്പ് തന്നെ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി ഞങ്ങൾ ഒരു കടയിൽ പോയി. എവിടെയും കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് വലിയൊരു ബാസ്ക്കറ്റ് ഞങ്ങൾ മേടിച്ചു. ഒരു പേപ്പർ വാങ്ങി അതിൽ ഇങ്ങനെ കുറിച്ചു. വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ മുകളിൽ ഒരു കറുത്ത ചാക്ക് കൂടി വിരിച്ചു. കാരണം എടുക്കാൻ വരുന്നവർക്ക് ഇതായിരിക്കുമല്ലോ എളുപ്പം. എൻ്റെ ഈ യാത്രയ്ക്കുള്ള സകല സഹായങ്ങൾ ചെയ്തു തന്നത് ആൽബിൻ ബ്രോയാണ്. ആൽബിൻ ബ്രോയുടെ പേരിലാണ് ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ അവിടെ വെച്ചത്. കോർപ്പറേഷനുകളും സർക്കാരുകളും മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള മുൻകരുതലുകൾ എടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. നാളെ ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.